ശ്രീ പി ശ്യാംരാജ്, ഇവിടെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കാലടി സംസ്കൃത സർവകലാശാല അധികൃതർ നമ്മുടെ ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിരിക്കുന്നത്. അതായത് അതിൽ പറയുന്നത് ചില നിബന്ധനകൾ ഞങ്ങൾ പുറപ്പെടുവിക്കുകയുണ്ടായി, പക്ഷേ ഈ ഉത്തരവ് നടപ്പാക്കാൻ അനുവദിക്കാതെ സർവകലാശാലയുടെ മുഖ്യ കവാടത്തിലും ഹോസ്റ്റലിൻ്റെ ഗേറ്റിലും അനാവശ്യമായി വിദ്യാർത്ഥി കേന്ദ്രീകരണം ഉണ്ടാക്കി അച്ചടക്ക ലംഘനം നടത്തുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ഈ ഒരു കൂട്ടം എന്നുള്ളത് നമുക്ക് പൊതുസമൂഹത്തിന് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ എന്ന് മാത്രമല്ല, ഈ അച്ചടക്ക ലംഘനങ്ങൾക്ക് പുറത്തു നിന്നുള്ള ആളുകളുടെയും പിന്തുണയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സർവകലാശാല അധികൃതർ തന്നെയാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. സർവകലാശാലയുമായി യാതൊരു ബന്ധമില്ലാത്ത നിരവധി പേർ ക്യാമ്പസിലെ വിവിധ ഹോസ്റ്റലുകളിൽ അനധികൃത താമസം നടത്തുന്നു എന്നും മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സർവകലാശാലയ്ക്കും ഉദ്യോഗസ്ഥർക്കും പോലീസിന്റെ സംരക്ഷണം വേണം എന്നു പറഞ്ഞാണ് അധികൃതർ കഴിഞ്ഞ വെള്ളിയാഴ്ച കത്ത് നൽകിയിരിക്കുന്നത്. അവരുടെ വിഷയമെന്ന് പറയുന്നത് കാലടി സംസ്കൃത സർവകലാശാല ലഹരി വിമുക്തമാക്കുന്നതിനും ക്യാമ്പസിലേക്ക് വിദ്യാർത്ഥികളല്ലാത്തവരുടെ പ്രവേശനം തടയുന്നതിനുമായി ബന്ധപ്പെട്ട് എന്നുള്ള വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിവേദനം. പക്ഷേ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇതിന് മറുപടിയൊന്നും ലഭിച്ചിട്ടില്ല. പോലീസ് സംരക്ഷണവുമില്ല. ഒരു സർവകലാശാല ആദ്യം ചില നിരീക്ഷണങ്ങൾ നടത്തുന്നു, ഉപസമിതി റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഈ ഉപസമിതി കൺവീനർ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിന്റെ എല്ലാ ചാനൽ ചർച്ചകളിലും പ്രമുഖ മുഖമായി വരുന്ന ഡോക്ടർ കെ.എസ്. അരുൺകുമാറാണ് എന്നുള്ളതാണ്. ലഹരി മാഫിയയ്ക്കൊക്കെ എതിരെ അദ്ദേഹം വാദോരാതെ പ്രസംഗിക്കുന്നതുമൊക്കെ നമുക്ക് പരിചിതമായ ഒരു കാഴ്ച തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ അധികൃതർക്ക് പോലീസിന്റെ സഹായം തേടേണ്ടി വരുന്നു. എന്തുകൊണ്ട് അവർക്ക് അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ മേൽ ഒരു ഉപദേശത്തിന്റെയോ അല്ലെങ്കിൽ അവരുടെ ഒരു നിയന്ത്രണത്തിന്റെയോ കാര്യത്തിലേക്ക് പോലും എത്തിച്ചേരാൻ കഴിയുന്നില്ല? ഒന്നുകിൽ നേരത്തെ അഡ്വക്കേറ്റ് തൗഫീഖ് പറഞ്ഞതുപോലെ ഇത് ഒരു വില്ലൻ നായകൻ കളി മാത്രമാണ് പൊതുസമൂഹത്തെ പറഞ്ഞു പറ്റിക്കുന്നതിനായി, അല്ലെങ്കിൽ അവർക്ക് നിയന്ത്രിക്കാവുന്നതിനും അപ്പുറത്തേക്ക് അവിടെയുള്ള SFI വിദ്യാർത്ഥികൾ വളർന്നിരിക്കുന്നു. അവർക്ക് മറ്റ് ലഹരി മാഫിയയുമായിട്ടുള്ള ഒത്താശയുണ്ട്. അവർ അതിന്മേൽ തന്നെയാണ് ഈ കടിച്ചു തൂങ്ങി കിടക്കുന്നത് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? ഒരുപക്ഷെ SFI ഇവർക്കും മേലെ എന്ന് പറയുന്ന തരത്തിലേക്ക് എത്തിയോ, അതോ ഇവിടെ വെറുതെ പൊതുജനങ്ങളെ പറ്റിക്കാൻ നായകൻ വില്ലൻ വേഷം കളിക്കുകയാണോ? നോക്കൂ, അതിൽ രണ്ടുമുണ്ട്. സത്യത്തിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി VC അടക്കമുള്ള ആളുകളുടെ അവസ്ഥ ഭസ്മാസുരന് വരം കൊടുത്തതുപോലെയാണ്. അതായത് തുടക്കത്തിൽ ഈ SFI വിദ്യാർത്ഥികളെയും ഗുണ്ടകളെയും ഒക്കെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റി അധികൃതരും കൈക്കൊണ്ടു പോന്നിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നോക്കൂ, കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ പൊതുവായിട്ടുള്ള വിദ്യാഭ്യാസ രംഗം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഗവർണറൊക്കെ നിലപാടെടുത്ത സമയത്ത് ഒരേ ഒരാളുടെ പേര് മാത്രം കൊടുത്തിട്ട് ഇദ്ദേഹം മാത്രം VC മതി എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നു വെച്ച മഹാനാണ് കാലടി യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുന്നയാൾ. അപ്പോൾ അദ്ദേഹം ഇന്നാണോ ഈ കാലടി യൂണിവേഴ്സിറ്റിയുടെ ഹോസ്റ്റലുകളിൽ മൊത്തം വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെന്ന് അറിഞ്ഞത്? അദ്ദേഹം ഇന്നാണ് ആ കാലടി യൂണിവേഴ്സിറ്റിയിൽ ലഹരി മാഫിയകളുടെ വിളയാട്ടമുണ്ട് എന്ന് അറിഞ്ഞത്? അദ്ദേഹം ഇന്നാണോ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയും അതോടൊപ്പം തന്നെ പുറത്തെ ലഹരി മാഫിയകളുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിഞ്ഞത്? അപ്പം ഇതൊന്നും ഇന്നല്ല, അദ്ദേഹം ഇതിന് മുമ്പും അറിഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് കാലടി യൂണിവേഴ്സിറ്റി അടക്കമുള്ള മുഴുവൻ ക്യാമ്പസുകളിലെയും ആളുകൾ നിഷ്കർഷിച്ച് പോന്നിട്ടുള്ളത്. ഇവിടെ പ്രശ്നം വന്നത് ഈ ഒരു കാര്യം നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക് ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ തനിക്ക് നേരെ തന്നെ നീളുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഗത്യന്തരമില്ലാതെ ഒരു പരാതി കൊടുത്തതാണ് ഈ VCയും അതോടൊപ്പം തന്നെ ഈ അധികൃതരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, ഇതിലെ തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആരാണ്? ഇടതുപക്ഷം കൊണ്ടുവന്നിട്ടുള്ള VCയും ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള സിൻഡിക്കേറ്റും. നോക്കൂ, ഇവർ പരാതി കൊടുത്തത് ആർക്കെതിരെയാണ്? ഇടതുപക്ഷത്തിൻ്റെ തന്നെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള SFI നിയന്ത്രിക്കുന്ന സമരക്കാർക്കെതിരെ. നോക്കൂ, ഇവർ പരാതി കൊടുത്തത് ആർക്കാണ്? ഇവിടെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തരം ഭരിക്കുന്ന പോലീസുകാർക്ക്. അപ്പോൾ പൂർണ്ണമായിട്ടും ഇതിനകത്തെ വാദിയും പ്രതിയും എല്ലാം ഇവർ തന്നെയാണെന്ന്, പൂർണ്ണമായിട്ടും ഇതിനെല്ലാം ഈ തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം ചരടുവലികൾ നടത്തുന്നതും അവസാനം ഇവരുടെ കൈവിട്ടു പോയതും ഇതെല്ലാം ചെയ്യുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടതുപക്ഷത്തിന്റെ ആളുകൾ തന്നെയാണെന്ന്. ഇടതുപക്ഷത്തിന്റെ ആളുകൾ തന്നെയാണെന്ന്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നിലവിൽ VCയുടെയോ അല്ലെങ്കിൽ സിൻഡിക്കേറ്റിന്റെയൊക്കെ കൈകളിൽ നിൽക്കാത്ത രീതിയിലേക്ക് ഈ ഗുണ്ടാ സംവിധാനങ്ങളും SFIയും എല്ലാം വളർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം മാതാപിതാക്കളുടെ പേരൻസിന്റെയും പൊതുസമൂഹത്തിന്റെയും ഭാഗത്തുനിന്നുണ്ടായ വലിയൊരു കൺസേൺ. അപ്പൊ ഇങ്ങനെ വന്ന സമയത്ത് ഒന്ന് പേരൻസിന്റെയും അതോടൊപ്പം
അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൻ്റെയും കണ്ണിൽ പൊടി കിട്ടണം, മറുവശത്ത് ഇവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റാതായിരിക്കുന്നു. ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ടിട്ടുള്ള ഒരു ആക്ഷനാണ് നിലവിൽ നടന്നിട്ടുള്ളത്. നോക്കൂ, ഇത് കേവലം ഈ ഒരു അടുത്ത കാലത്തായിട്ട് ഉണ്ടായിട്ടുള്ളതല്ല എന്ന്. കേരളത്തിലെ ക്യാമ്പസുകൾ, യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളും കലാലയങ്ങളും എല്ലാം രാക്ഷസക്കോട്ടകളായിട്ട് ഇടതുപക്ഷം കൈയടക്കി വെച്ചിരുന്നതിൻ്റെ അവസാനത്തെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റ് വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇവരുടെ SFIയുടെ രസകരമായൊരു കാര്യമുണ്ട്, ഞാനത് പലപ്പോഴും പറയാറുണ്ട്. SFIയുടെ വെള്ളക്കൊടിയിൽ എഴുതി വച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസമാണെന്ന്. പക്ഷേ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധരായിട്ടുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് SFI എന്ന് പറയുന്നത്. അവർ മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും പ്രവർത്തിക്കാൻ വേണ്ടി സമ്മതിക്കില്ല എന്ന്. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിക്കുന്ന സമയത്ത്, ഞാൻ ABVPയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ്. ആ സമയത്ത് ക്യാമ്പസിൽ അഡ്മിഷൻ എടുത്തിട്ട് പോകുമ്പോൾ ആദ്യം അവിടുത്തെ SFI നേതാക്കന്മാർ പറഞ്ഞത്, യൂണിവേഴ്സിറ്റിയിൽ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ ശ്യാമിൻ്റെ കാല് വെട്ടുമെന്നാണ് പറഞ്ഞത്. നോക്കൂ, സദാനന്ദ മാഷോട് ചെയ്ത് അതേ കാര്യം തന്നെ വർഷങ്ങൾക്ക്, പതിറ്റാണ്ടുകൾക്ക് ശേഷവും അവർ പറയുന്നത് വരാൻ പോകുന്ന ആളുടെ കാല് വെട്ടുമെന്ന് തന്നെയാണ്. പ്രതിരോധം പാപമല്ലാത്തത് കൊണ്ട് കാലുകൾ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ഉണ്ടെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അവരടങ്ങിയത്. അതല്ലെങ്കിൽ അവർ ഈ ഒരു ആക്ഷൻ തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ കേരളത്തിലെ ക്യാമ്പസുകളിൽ, കേരളത്തിലല്ല എവിടെയുണ്ടോ അവിടെയെല്ലാം ജനാധിപത്യ വിരുദ്ധത കാണിക്കുന്ന, യാതൊരു സ്വാതന്ത്ര്യവും മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാത്ത, അതോടൊപ്പം തന്നെ ക്യാമ്പസുകൾ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന, ഗുണ്ടായിസം കാണിക്കുന്ന, അതിൻ്റെ ഏറ്റവും അവസാനത്തെ കഴിഞ്ഞൊരു 10 വർഷത്തിനകത്താണെങ്കിൽ കേരളത്തിലെ ഈ ലഹരി മാഫിയകളുമായിട്ട് നേരിട്ട് കണക്ഷനുള്ള ഒരു കുട്ടി ഗുണ്ടാ സംഘം തന്നെയാണ് SFI എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ തിരുത്തുക എന്നുള്ളതല്ല, അതിൻ്റെ രാക്ഷസ കൈകളിൽ നിന്ന് കേരളത്തിലെ ക്യാമ്പസുകളെ മോചിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അത് കേവലമായിട്ട് കേരളത്തിലെ പിണറായി വിജയനെ കൊണ്ട് മാത്രം സാധിക്കും എന്ന് ഞാൻ കരുതുന്നുമില്ല. നിലവിൽ ചെയ്യേണ്ടത് ഈ ഒരു കാലടി യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഉദാഹരണം, ലഹരി മാഫിയയുടെ കൈകളിൽ നിന്ന് കേരളത്തിലെ കലാലയങ്ങളെ, യൂണിവേഴ്സിറ്റികളെയൊക്കെ മോചിപ്പിക്കണമെങ്കിൽ മാതാപിതാക്കളും പൊതുസമൂഹവും ചെയ്യേണ്ടത് അവരുടെ മക്കളെ SFIയിൽ പ്രവർത്തിക്കാൻ വിടാതിരിക്കുക എന്നുള്ളതാണ്. മറ്റു മാർഗങ്ങളൊന്നും ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. വരാൻ പോകുന്ന കാലഘട്ടത്തിൽ മാതാപിതാക്കൾ കുട്ടികളെ സ്കൂളുകളിലും കോളേജുകളിലും കൊണ്ട് ചേർക്കുന്ന സമയത്ത് മക്കളെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് SFIയിൽ ചേരരുത് എന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്ന്. അല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. നോക്കൂ, കേരളത്തിലെ കലാലയങ്ങൾ, കേരളത്തിലെയും ബംഗാളിലെയും അല്ലാത്ത ഏത് യൂണിവേഴ്സിറ്റികളിൽ, ഏത് ക്യാമ്പസുകളിലാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനവുമായിട്ടുള്ള സംഘടനകളിൽ വിദ്യാർത്ഥികൾ മരിച്ചു വീഴുന്നത്? കേരളത്തിലാണെന്ന്. അതായത് SFI എവിടെയുണ്ടോ അവിടെ ഗുണ്ടായിസമുണ്ട്, SFI എവിടെയുണ്ടോ അവിടെ റാഗിംഗ് ഉണ്ട്, SFI എവിടെയുണ്ടോ അവിടെ ക്യാമ്പസ് കൊലപാതകങ്ങളുണ്ടെന്ന്. നോക്കൂ, ഇപ്പോൾ ABVP എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ്. ABVP അതിശക്തമായിട്ടുള്ള ഈ രാജ്യത്തെ ഏതെങ്കിലും ക്യാമ്പസുകളിൽ ഇതര പ്രസ്ഥാനങ്ങൾക്ക് നേരെ ഒരു കല്ലെടുത്തെറിയുന്ന രീതിയിലുള്ള ഒരു ആക്രമണമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഒരു ഉദാഹരണവും നിങ്ങൾ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള കർണാടക എടുത്തുള്ളൂ, തെലങ്കാന എടുത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് മഹാരാഷ്ട്ര എടുത്തുള്ളൂ, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഉത്തർപ്രദേശ് ഒക്കെ നിങ്ങൾ എടുത്തുള്ളൂ. ഒരു സംസ്ഥാനത്തും ഇതര വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ ഒരു കല്ലെടുത്ത് എറിഞ്ഞു എന്നുള്ള ഒരു പരാതി പോലും ABVPക്കെതിരെ ഉയർന്നിട്ടുണ്ടാവില്ല. പക്ഷെ കേരളത്തിൽ നോക്കൂ, ABVPക്കെതിരെ, KSUവിനെതിരെ, എന്തിന് AISFനെതിരെ, SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നുള്ള വ്യക്തി, ഞാൻ ആ കാര്യം ഇവിടെ പറയുന്നില്ല, SFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നുള്ള വ്യക്തി അവരുടെ തന്നെ ആശയത്തിൽ വിശ്വസിക്കുന്ന AISFന്റെ ഒരു പ്രവർത്തകയായിട്ടുള്ളൊരു പെൺകുട്ടിയോട് പറഞ്ഞത്, ദളിത് വിഭാഗത്തിൽപ്പെട്ടൊരു പെൺകുട്ടിയോട് പറഞ്ഞിട്ടുള്ള വളരെ മോശമായിട്ടാണ്. നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചയിലിരുന്ന് പറയാൻ വേണ്ടിയിട്ട് പോലും പാടില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ഇതര വിദ്യാർത്ഥി സംഘടനകളെ മുഴുവൻ ആക്രമിക്കുക, അവരുടെ ജീവൻ കളയുക, ഈ ഗുണ്ടായിസം കാണിക്കുക. ഇതൊക്കെയാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയം, ഈ ക്യാമ്പസുകളിലെ ലഹരി, അതോടൊപ്പം തന്നെ ഗുണ്ടായിസമൊക്കെ ഇല്ലാതാവണമെങ്കിൽ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനെ നിലയ്ക്ക് നിർത്തുകയും വിദ്യാർത്ഥികൾ അവരിൽ നിന്ന് മാറി സഞ്ചരിക്കുകയും മാത്രമാണ് വഴി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.